വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വരുന്ന ഷെൻഹുവ 15 കറണ്ട് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഷെൻഹുവ 15 നമുക്കിതവിടെ കാണാൻ പറ്റും. ഇതാണ് ഷെൻഹുവ 15. സ്പീഡ് 10.7 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം, ഇന്ത്യ. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 31/12/2023 1:30 PM തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നത് 18/12/2023 11 മണിക്കാണ്. ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സൗത്ത് ചൈനയിൽ എത്തിക്കുന്നത് വിയറ്റ്നാമിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു നമ്മുടെ ഷെൻഹുവ 15. ഇനി നമുക്ക് മലേഷ്യ, സിംഗപ്പൂർ, ബേ ഓഫ് ബംഗാൾ കയറി ശ്രീലങ്ക വഴി നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. ഇത് നമ്മൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും അപ്ഡേഷൻ എടുക്കുന്നതാണ്. ഇന്ന് അപ്ഡേഷൻ്റെ ഒപ്പം നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പറയേണ്ട മെയിൻ റീസൺ എന്ന് പറയുന്നത് ലോകോത്തര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു ന്യൂസ് നമ്മൾ കേട്ടു. 2 ദിവസമായിട്ട് ഇൻ്റർനാഷണൽ ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ന്യൂസിൽ കേൾക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ ചെങ്കടൽ വഴിയുള്ള യാത്ര ഷിപ്പിംഗ് കമ്പനികൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഗ്ലോബലി എന്തെങ്കിലും മാറ്റം വരുമോ? അതുമാത്രമല്ല, ഗ്ലോബൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഈ ചെങ്കടൽ വഴിയുള്ള യാത്ര എന്താണ്? ഏത് വഴിയാണ് യാത്ര ചെയ്യുന്നത്? അത് നേരിട്ടും അല്ലാതെയും അഫക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാരണം തൊട്ടടുത്ത് തന്നെ ന്യൂ ഇയർ വരുന്നുണ്ട്, നമ്മുടെ ലോകത്തിലെല്ലാവരും ആഘോഷിക്കുന്ന ക്രിസ്മസും വരുന്നുണ്ട്. അപ്പോൾ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഈ ഒരു അവസരത്തിൽ, ഇന്ന് ഡിസംബർ 18 ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങളെ ക്രിസ്മസിനുള്ളൂ. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ബാധിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാം. നമുക്ക് റെഡ് സീയുടെ കവാടത്തിലേക്ക് പോവാം. ഇതാണ് റെഡ് സീയുടെ കവാടം, അതായത് ഒമാൻ, ജിബൂട്ടി, ഗൾഫ് ഓഫ് ഏദൻ. കണ്ടായിരുന്നോ? ഇതാ ഗൾഫ് ഓഫ് ഏദൻ. ഇതുവഴിയാണ് നമ്മുടെ ഷിപ്പുകളെല്ലാം റെഡ് സീ ഇവിടെ കാണാൻ പറ്റും, ഉണ്ടോ? റെഡ് സീയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഹൂതികൾ ഇരിക്കുന്ന സ്ഥലം ഏതാണ്ട് ഈ പറയുന്ന ജിബൂട്ടിയുടെയും പിന്നെ യമൻ്റെയും ഇടയ്ക്കുള്ള ഇവിടെ ഒരു കടലെടുക്കുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ബാബ് അൽ മന്ദ്, ഉണ്ടോ? ഇവിടെയാണുള്ളത്. ഇതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഈ കടലെടുക്ക് ഏതാണ്ട് 16 കിലോമീറ്റർ മുതൽ 36 കിലോമീറ്റർ വരെ വീതിയുണ്ട് ഈ പറയുന്ന കടലെടുക്ക്. അപ്പോൾ ഇവിടെയാണ് ഹൂതികളുള്ളത്. അതായത് ചെങ്കടൽ വഴിയുള്ള യാത്രയാണ് അവർ നിരോധിച്ചിട്ടുള്ളത്. നിരോധിക്കാൻ കാരണം ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തന്നെയാണ്. നമുക്ക് അതിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അവർ ആക്രമിക്കുന്നത് റെഡ് സീ വഴി ഇസ്രായേലിലേക്ക്, അതായത് നമുക്ക് ഈ പറയുന്ന ഇസ്രായേൽ ഉണ്ടല്ലോ, ജോർദാൻ, ഇസ്രായേൽ, ഈ രാജ്യത്തേക്കുണ്ട്. ഇതുവഴി ഈ രാജ്യത്തിലേക്ക് ഷിപ്പുകളെത്തും, ഉണ്ടോ? ഈ രാജ്യത്തേക്ക് കണ്ടെയ്നറുമായിട്ട് പോകുന്ന ഷിപ്പുകളെയാണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3-4 ഷിപ്പുകൾ. ആദ്യമായിട്ട് ഇവിടെ നിന്നൊരു ഷിപ്പാണ് കാണാൻ, റെഡ് സീ എന്നാണ് ഒരു ഷിപ്പ് കാണാതായത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് സമയത്താണ് അവിടെ നിന്ന് കാണാതായതെന്നുള്ളത് മാസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെയാണ് അപ്ലോഡ് ചെയ്ത്. അതിനുശേഷം ഇപ്പോൾ ഈ സ്ഥലത്താണ് ഹൂതികളുള്ളത്. അതായത് ഈ പറയുന്ന ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് ഹൂതികളുള്ളത്. പക്ഷേ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെങ്കടൽ വഴി തന്നെയാണ് നമ്മുടെ എല്ലാ കപ്പലുകളും ചെങ്കടൽ വഴിയാണ്. ഈ പറയുന്ന ചെങ്കടൽ വഴി കഴിഞ്ഞ് സൂയിസ് കനാലിൽ നിന്ന് കയറും. ഗൾഫ് ഓഫ് സൂയിസ് നമുക്കിവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സൂയിസ് കനാൽ വഴിയാണ് യൂറോപ്യൻ കൺട്രീസിലുള്ള ചരക്ക് നീക്കം നടക്കുന്നത്. അതായത് ഏഷ്യൻ യൂറോപ്പും തമ്മിലുള്ള ചരക്ക് നീക്കം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പറയുന്നുണ്ടോ, ഈ സൂയിസ് കനാൽ വഴിയാണ്. ഇതാ നമ്മൾ ഈ കാണുന്ന സൂയിസ് കനാൽ വഴി നമുക്കിങ്ങനെ യൂറോപ്യൻ കൺട്രീസിലേക്ക് സാധനങ്ങൾ, ചരക്ക് നീക്കങ്ങൾ വളരെ സുഗമമായിട്ട് നടക്കുന്നു. ഇവിടുത്തെ രാജ്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും, ഓസ്ട്രേലിയ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യമായി പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ന്യൂസ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഏതൊക്കെ ഷിപ്പിംഗ് കമ്പനികളാണ് ഈ താൽക്കാലികമായി നിർത്തിവെച്ചും ചോദിച്ചാൽ, ആദ്യമായി നിർത്തിവെച്ച മേഴ്സ്കും പിന്നെ ഹെപ്പക്ലോയിഡുമാണ്. ആഴ്ചകൾക്ക് മുന്നേ തന്നെ അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു, ഞങ്ങൾ ചെങ്കടൽ വഴിയുള്ള യാത്ര ഇനി നിർത്തിവെച്ച്, ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം ഇന്നലെ ഡിസംബർ 17 MSCയും CMCGM എന്ന് പറഞ്ഞ 2 ഷിപ്പിംഗ് കമ്പനിയും, ഈ പറയുന്ന MSCയും മാസ്കും CMCGM ഹെപ്പക്ലോയിഡ് എന്ന് പറഞ്ഞ ലോകത്തിൽ അറിയപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളാണ്. അപ്പോൾ ഇവർക്ക് ധാരാളം ഷിപ്പുകളാണ് നമ്മളെ ഇൻ്റർനാഷണൽ സീ റൂട്ട് കൊടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ്, ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ചെങ്കടൽ വഴിയുള്ള യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. കാരണം ഹൂതികളെ പേടിച്ച് തന്നെയാണ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള
അതായത് ഈ കമ്പനിയിൽ പെടാത്ത വളരെയധികം ഷിപ്പുകളുണ്ട്. അവരാകട്ടെ അവർ ട്രാൻസ്ഷിപ്മെൻ്റ് ഉപയോഗിക്കുന്ന പിന്നെ ഷിപ്പിംഗ് കമ്പനി ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചു. ഈ പറയുന്ന ബാക്കിയുള്ള ഷിപ്പിംഗ് കമ്പനികളെല്ലാം അവരുടെ ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം എമർജൻസി വാർ റിസ്ക് ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ് ഇമ്പോസ് ചെയ്യും. അതായത് എമർജൻസി ആയിട്ട് പോകുന്ന ഷിപ്പുകൾക്ക് ഇങ്ങനൊരു അഡീഷണൽ ചാർജ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളെ പ്രോഡക്റ്റുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ചാർജസ് വളരെ കൂടുതൽ വർദ്ധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അത് അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും ഇതുവഴിയുള്ള യാത്ര അവസാനിക്കും. ഇതുവഴിയുള്ള യാത്ര അവസാനിപ്പിച്ചതിന് വേറെ വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക നമുക്ക് എല്ലാവർക്കും കാണാം. സൗത്ത് ആഫ്രിക്ക വഴിയും നമുക്ക് ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ഏതാണ്ട് 2-3 ആഴ്ച എടുക്കും സൗത്ത് ആഫ്രിക്ക വഴി യാത്ര ചെയ്യാൻ. അത് മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് ഇതുവരെ എവിടെയും സാധിച്ചിട്ടില്ല. കാരണം സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഷിപ്പ് സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമല്ല സൗത്ത് ആഫ്രിക്ക വഴി യൂറോപ്യൻ കൺട്രീസിലേക്ക് എല്ലാ ഷിപ്പുകളും പോകുന്നത്. എല്ലാ ഷിപ്പുകളും എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 20,000 ഷിപ്പുകളാണ് നമ്മുടെ ഈ സൂയിസ് കനാൽ പാസ് ചെയ്ത് യൂറോപ്യൻ കൺട്രീസിലെത്തുന്നത്. വളരെ ചെറിയൊരു കണക്കല്ല അത്. അതിൻ്റെ അതായത് ഈജിപ്റ്റ് എന്ന രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു സ്രോതസ് തന്നെ ഈ പറയുന്ന സൂയിസ് കനാൽ വഴി ആ രാജ്യം നേടിയെടുക്കുന്നുണ്ട്. ഈ പറയുന്ന സൂയിസ് കനാൽ ഈജിപ്തിൻ്റെയാണ്. നമ്മൾ സൂയിസ് കനാലിൻ്റെ വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്നും കാണുക. ഈ ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ആഡ് ചെയ്തത്. പക്ഷേ ഈ പറയുന്ന ഈ സൂയിസ് കനാൽ വഴി തന്നെ നമ്മുടെ ആഗോള വ്യാപാരത്തിൻ്റെ 10 മുതൽ 12% വരെ നടക്കുന്നത് നമ്മളെ ഈ പറയുന്ന സൂയിസ് കനാൽ വഴിയാണ്. കേട്ടോ, സൂയിസ് കനാൽ വഴിയാണ്. നമ്മുടെ ഷെൻഹു ആണ് നമ്മളിത് അവിടെ കാണുന്നത്. ഷെൻഹു അവിടെ നിർത്തിയിട്ടാണ് നമ്മളിതെല്ലാം പറയുന്നത്. അപ്പോൾ ആഗോള വ്യാപാരത്തിൻ്റെ 10 മുതൽ 12% വരെയാണ് ഇതുവഴി നടക്കുന്നത്. അപ്പോൾ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഈ പറയുന്ന ഷിപ്പിംഗ് കമ്പനികൾ ഇവിടെ കൂടിയുള്ള ഷിപ്പ് നിർത്തലാക്കിയാൽ ഉണ്ടാവുന്ന. അത് മാത്രമല്ല എണ്ണ ഇന്ധന കയറ്റുമതി ഉള്ള ഏറ്റവും വലിയ മെയിൻ റൂട്ടുകളിൽ ഒന്നാണ്. അത് എണ്ണ കയറ്റിറക്കുമതിക്കുള്ള ഏറ്റവും വലിയ റൂട്ടാണ് നമ്മുടെ ഈ സൂയിസ് കനാൽ വഴിയുള്ള ഈ ഒരു സംഭവം. അത് കാരണം ഗ്ലോബലിൽ തന്നെ വലിയൊരു ചേഞ്ച് തന്നെ വരും. അതുമാത്രമല്ല ചൈനയിൽ നിന്നും നമുക്കറിയാം ഇപ്പോൾ ഷെൻഹുവ 15 നമ്മൾ ഈ വരുന്നത് ഷാങ്ഹായിൽ, ചൈനയിലെ ഷാങ്ഹായിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഈ ഷാങ്ഹായിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ചൈനയാകട്ടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും അതുമാത്രമല്ല ഷിപ്പിങ്ങിൻ്റെ കാര്യത്തിൽ, അതായത് ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും എത്തിക്കുന്നതിൽ കണ്ടെയ്നർ നീക്കം നടത്തുന്നതിൽ ലോകത്തിൽ 1ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ചൈനയുടെ സാധനം ലോകത്തെല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്കും ചൈനയുടെ സാധനം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് കരുതിക്കോട്ടെ, യൂറോപ്പിൻ്റെ അതിലുള്ള പാർട്സുകൾ ചൈനയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ ഒരു കമ്പനി ഈ സാധനം വരുന്നത് ഷിപ്പിംഗ് കമ്പനി നിർത്തലായി കഴിഞ്ഞാൽ ഡിലേ വരുമ്പോൾ ആ ഒരു ബിസിനസ് പൂർണ്ണമായും ഫുള്ള് ഡിലേ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയായിരിക്കും ഈ ഒരു നമ്മളെ ഈ ഒരു ചെങ്കടലിലൂടെ യാത്ര കൊണ്ട് ഗ്ലോബലി തന്നെ നഷ്ടം വരുന്നത് $1 ട്രില്യൺ തന്നെ നഷ്ടം വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനെയാണെങ്കിലും. അതുതന്നെയാണ് ഹൂതികൾ അതായത് ഹൂതികളുടെ ലക്ഷ്യവും അത് തന്നെയാണ്, ഗ്ലോബലി ചേഞ്ച് വരട്ടെ എന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ അവരെ യുദ്ധമൊക്കെ നമുക്ക് എല്ലാവരും കാണാപ്പാടായതുകൊണ്ട് അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മളെ ഷിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ, അതായത് ഷിപ്പിംഗ് നിർത്തിക്കഴിഞ്ഞാൽ ഗ്ലോബലി ഉണ്ടാകുന്ന നഷ്ടം. അപ്പോൾ ലോകരാജ്യങ്ങളിൽ കണ്ടെയ്നർ നീക്കത്തിലൂടെ, അതായത് പോർട്ടിൻ്റെയും കണ്ടെയ്നർ നീക്കത്തിലൂടെ 80% ബിസിനസ്സുകൾ നടക്കുന്നത്, 80% ലോകത്തിൽ കണ്ടെയ്നർ നീക്കം നടക്കുന്നത് കടൽ മാർഗം വഴിയാണ്. അപ്പോൾ അതിലേറ്റവും സുപ്രധാനമായ ഒരു വഴി തന്നെയാണ് ഈ പറയുന്ന സൂയിസ് കനാൽ വഴിയുള്ള വഴി. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്ലോബലി ചേഞ്ച് ആവും എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പോർട്ട് വഴി മാറ്റുന്ന കണ്ടെയ്നർക്കും ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മളെ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഷിപ്പുകൾ ഇതുവഴിയാണ് നമ്മുടെ ചെങ്കടലിലേക്ക് എത്തുന്നത്. കണ്ടോ, ഇതാണ് ആ പോയിന്റ്. ഇവിടെയാണ് പറഞ്ഞത്, ഏതാണ്ട് ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഹൂതികളുള്ളത്, ഈ ജിബൂട്ടിൻ്റെയും യമൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്ത്. നമ്മുടെ ന്യൂ ഇയർ വരുന്നുണ്ട്. ലോകത്തിലെ യൂറോപ്യൻ കൺട്രീസ് ഉൾപ്പെടെ ലോക ജനത ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ക്രിസ്മസ് വരുന്നുണ്ട്. ഈ 2 ഫെസ്റ്റിവൽക്കും പുതിയ സാധനങ്ങൾ എത്തിക്കാനും അതിലൂടെ ബിസിനസ് കൂടുതൽ നടത്താൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെയെല്ലാം
പക്ഷേ അതെല്ലാം ഒറ്റയടിക്ക് നിലയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. ഓസ്ട്രേലിയ, ജർമ്മനി ഉൾപ്പെടെ, പോളണ്ട് ഉൾപ്പെടെ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ഇറ്റലി ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും ക്രിസ്മസ് വളരെ 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 ആഘോഷത്തോടെ ആഘോഷങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഇങ്ങനൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന്, ട്രില്യൺ കണക്കിന് നഷ്ടം വരാൻ പോകുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. കാരണം കണ്ടെയ്നർ നീക്കം നടക്കില്ല, പൂർണ്ണ തോതിൽ നിലയ്ക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും നടക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഷിപ്പുകൾ അവർ ചെയ്യുന്ന എന്താ, വാറസ്ക് ചാർജ് അവർ ഇമ്പോസ് ചെയ്യും. വാറസ്ക് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, ഈ പറയുന്ന ബേസിക്കായി സാധനങ്ങൾ അവിടെ പോർട്ടിൽ എത്തിക്കുന്നതിന് വളരെ കൂടുതൽ ചാർജ് ആയിരിക്കും ഇനി മുതൽ ഷിപ്പിംഗ് കമ്പനി ഈടാക്കാൻ പോകുന്നത്. അത് ഗ്ലോബലി വലിയൊരു നഷ്ടം തന്നെ വരും. അതിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളെ പ്രേക്ഷകർക്ക് ഏത് വഴി, ചെങ്കടൽ വഴി എങ്ങനെ നമുക്ക് പോകാൻ പറ്റും, എല്ലാ ന്യൂസ് ഏജൻസിയും ചെങ്കടൽ വഴി പോകുന്നു എന്ന് പറയുന്നതല്ലാതെ ചെങ്കടൽ വഴി പോയി ഇസ്രായേൽ കഴിഞ്ഞാൽ, ഇസ്രായേലാണ് ടാർഗറ്റ് എങ്കിലും, നമ്മൾ ഈ കഴിഞ്ഞ ഇസ്രായേലാണ് ടാർഗറ്റ് എങ്കിലും, അത് കഴിഞ്ഞാലുള്ള സൂയിസ് കനാൽ വഴി, നമ്മൾ ഈ കാണുന്ന സൂയിസ് കനാൽ വഴിയാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് സാധനം കൊണ്ടുപോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു ചെറിയ വീഡിയോ ആണ്. താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ ഉൾപ്പെടെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഇതിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.